ഏത് കേരളത്തെക്കുറിച്ച്? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് വള്ളത്തോൾ പറഞ്ഞു. അതിന് അഭിമാനിച്ചാൽ മാത്രം മതി. കേരളം എന്ന് കേട്ടാൽ നിങ്ങൾ അഭിമാനിച്ചാൽ മതിയോ? വള്ളത്തോൾ അങ്ങനെയാണോ പറഞ്ഞത്? ഇനി വള്ളത്തോളിനെ അങ്ങനെ രണ്ടും അങ്ങനെ എഴുതിയാൽ പോലെയിരുന്നു. വള്ളത്തോളിന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ എഴുതിയത്? വള്ളത്തോൾ എന്താ എഴുതിയത്? ഭാരതം എന്ന പേര് കേട്ടാൽ എല്ലാവരും അഭിമാനിക്കണം. കേരളത്തിനത് പോരാ. കേരളം എന്ന പേര് കേട്ട് അഭിമാനിക്കാനല്ല. എന്ത് വേണം? തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അഭിമാനം മാത്രം പോരാ, തിളയ്ക്കണം. ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന, അങ്ങോട്ട് നോക്കൂ, ചുവപ്പ്, വെളുപ്പ്, പച്ച എന്നീ നിറങ്ങൾ ഇടകലർന്ന ഒരമ്പരാന്തം എന്ന് കവി പാടിയ ഈ കേരളമുണ്ടല്ലോ. ഈ കേരളത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അഭിമാനിച്ചാൽ പോരാ, തിളയ്ക്കണം. തമിഴ്നാട്ടുകാരൻ അങ്ങനെയാണ്. തമിഴ്നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തിളയ്ക്കും. നമ്മൾ അവരെ മന്ദബുദ്ധി എന്ന് പറയും. കർണാടകക്കാരൻ അങ്ങനെയാണ്. കർണാടകത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടുത്തെ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റും ഒക്കെ ഒന്നിക്കും. അവന്റെ വലിപ്പം അതാണ്. ആന്ധ്ര അങ്ങനെയാണ്, മഹാരാഷ്ട്ര അങ്ങനെയാണ്. കേരളം അങ്ങനെയല്ല. 10 ചട്ടിക്ക് 11 മൂപ്പൻ. തലയിൽ വയ്ക്കുന്ന ആള് 10 പേര്, നിയന്ത്രിക്കുന്നവർ 11 പേര്. എല്ലാവരും വലിയ നേതാക്കന്മാർ. അതാണ് കപട സ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാനെന്ന് കുരിപ്പുഴ പാടി. ഈ അടുത്ത കാല ഖേദപൂർവം എന്നാണ് കവിതയുടെ പേര്. എന്നിട്ട് പറഞ്ഞത്, കപട സ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ, തെരുവിൽ ദിവസവും കാണുമ്പോഴൊക്കെയും കുശലമെയ്യുന്നു നിൻ മുൻവരിപ്പല്ലിനെ തട്ടിപ്പാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കേരളം 90കളിൽ നിന്ന് ആരംഭിച്ചു വ്യഥയും വേദനയും ഖേദവും എല്ലാം കലർന്നു, മരണവും അതേമാതിരി തടവറവും എല്ലാം കടന്നു, ജീവിതത്തിൻ്റെ എല്ലാ വസന്തങ്ങളും തൻ്റെ മുമ്പിൽ കൊടിഞ്ഞു വീഴുന്നു കണ്ട് ദുഃഖിക്കാതെ പ്രിയപ്പെട്ടവരുടെ എല്ലാം മാറ്റി നിർത്തി, അമ്മയെന്നോ അച്ഛനെന്നോ പഠനമെന്നോ ജോലിയെന്നോ നോക്കാതെ ഒരു യുവതലമുറ ഇങ്ങനെ വളർന്നു വന്നല്ലോ. മരണം തൻ്റെ കൺമുമ്പിൽ കിടന്ന് പത്തി വിടർത്താടുമ്പോൾ, കൊക്കും നഖങ്ങളും കൊണ്ട് അവൻ മാന്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ മാറത്ത് ചവിട്ടിയല്ലേ പ്രിയപ്പെട്ടവരെ മഹത്തായ ഈ യുവജന പ്രസ്ഥാനവും പാർട്ടിയും എല്ലാം മുന്നേറിയത്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടിയായിരുന്നു ഈ യാത്ര? പരാജയപ്പെടുന്നതിലാണോ ഏറ്റവും വലുപ്പം? വിജയിക്കണമെങ്കിൽ ഒരാൾ പരാജയപ്പെടാൻ എപ്പോഴും ഉണ്ടാകണം. ഒന്നാമനാകണമെങ്കിൽ രണ്ടാമൻ ഓടാനുണ്ടാവണം. അല്ലെങ്കിൽ ആർക്കും ഒറ്റയ്ക്ക് ഓടി ഒന്നാമനാവാൻ പറ്റും. അവനെ ഭ്രാന്തെന്ന് പറയില്ല. ഇവിടെ പരാജയപ്പെട്ടവർ ഒരുപാടുണ്ടായി. വെടികൾ, ഇടികൾ, അടികളൊക്കെ മേല് വന്ന് കൊള്ളിലും പൊടി തുടച്ച് ചിരിച്ചിരിച്ച് മാറുകാട്ടിപ്പോകുന്ന. എങ്ങനെയാണ് പോകേണ്ടത്? നീ മാറുകാട്ടേണ്ടത് എന്തിനാണ്? MLA, MP, അതേമാതിരി ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അത് കഴിഞ്ഞാൽ നിന്റെ സ്ഥാനമാനം, നിന്റെ വലുപ്പം, നിന്റെ തറവാട്ട് മഹിമ, നിന്റെ കുലം, നിന്റെ ഗോത്രം, നീ കഴിക്കുന്ന ഭക്ഷണം. ഇതാണോ? വെടികൾ, ഇടികൾ, അടികളൊക്കെ മേല് വന്ന് കൊള്ളിലും. നീ എന്ത് വേണം? വെടി കൊണ്ടാലും പൊടി തുടച്ച് ചിരിച്ചിരിച്ച് മാറുകാട്ടിപ്പോകുന്നു. പ്രിയപ്പെട്ടവർ, ഏതാണ് ഈ മലയാളം? എല്ലാ ലോകത്തും ബദലായ മലയാളം. ലോകത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ രാജ്യം എന്നൊക്കെ പറയുന്നത് ഒരു വിവേകശൂന്യമായ, ദൈവത്തിന് സ്വന്തമായ രാജ്യം കാണുക. അതൊക്കെ വെറും മണ്ടത്തരാണ് പറയുന്നത്. അതൊരു പരസ്യമാണ്. ഏതോ ഒരു ശീമാട്ടി എങ്ങാണ്ട് ഒരു തുണിക്കട പണ്ട് നടത്തിയ ഒരു പരസ്യമാണ് ഇത്. ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം. എന്ത് ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം? ഇവിടെ എന്താ ദൈവം ചാത്തൻ സേവയും ഊരുവലക്കം നടക്കുന്ന കേരളം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാവുന്നത്? കൂടോത്രം കൈവശം കൊണ്ടു നടക്കുന്നവരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമാവുന്നത്? ചെകുത്താൻ സേവയും അതേമാതിരി അഭിലാപ പ്രക്രിയയും നടത്തുന്നത് 2 പെൺകുട്ടികളെ കട്ടിലിമ കിടത്തിയിട്ട് പണമുണ്ടാക്കാൻ വേണ്ടി അവരെ കഴുത്തും അറുക്കാൻ മാത്രമല്ല, അവരെ ലൈംഗികാവയവങ്ങൾ അറുത്ത് മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു നാടെങ്ങനെയാണ് ദൈവത്തിൻ്റെ നാട്? ഹൃദയഭൂമി ഇന്ത്യയിലെ ഈ ഹിന്ദി ഹൃദയഭൂമി, ബാക്കിയുള്ളവരെല്ലാം നിതംബ ഭൂമിയാണ്. കേരളം എന്നത് നിതംബ ഭൂമി, മറ്റേത് ഹൃദയഭൂമി. ഇതൊക്കെ തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, കേരളം എല്ലാത്തിനും ബദലാണ്. ഇന്നൊന്നും ആരംഭിച്ചതല്ല നീ സമരം. പഴശ്ശിരാജയും വേലുത്തമ്പി തലമുറ പോലും പുത്തൻ തലമുറയാണ്.
പഴശ്ശിരാജയും വേലുത്തമ്പി തലമുറ പോലും പുത്തൻ തലമുറയാണ്. 900-ലല്ല, 1700-ലല്ല, 1721 തുടങ്ങിയതാണ് ഈ കലാപം. 1721 ആരംഭിച്ചു കലാപം അഞ്ചിറങ്ങിൽ. അത് കഴിഞ്ഞിട്ടല്ലേ പഴശ്ശിരാജ വരണം. അവിടെ നിന്ന് നടന്ന് നീങ്ങി 1885 കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ. ഇന്ത്യയിൽ കോൺഗ്രസ് രൂപീകരിച്ച് 3 കൊല്ലം കഴിഞ്ഞില്ല. കോൺഗ്രസ് രൂപീകരിച്ച് എം.ഒ. ഹ്യൂമും W.C. ബാനർജിയും ബ്രിട്ടീഷുകാരനാണ് രൂപീകരിച്ചത്. അതിന്റെ കുഴപ്പം ഇപ്പോൾ കോൺഗ്രസിനെ രൂപീകരിച്ച എ.ഒ. ഹ്യൂമാണ്. അയാൾ ബ്രിട്ടീഷുകാരനാണ്. എന്താ അതിലെ പ്രമേയം? ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി ആദ്യം പ്രമേയം പാസ്സാക്കണം. എല്ലാവരും എണീറ്റ് നിൽക്കണം. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ഞായറാഴ്ചയും യോഗം കൂടും കോൺഗ്രസ്. എല്ലാ മാസവും ഞായറാഴ്ച യോഗം ചേരും. ആ യോഗത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കുമെന്നതാണ്. പിന്നെ അതിനെ കോൺഗ്രസ് ആക്കിയത് ഗാന്ധിയാണ്. പോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ചരിത്രം ഞാൻ പറഞ്ഞു വരുമ്പോൾ 1888 കോൺഗ്രസ് രൂപീകരിച്ച് 3 കൊല്ലം കഴിയുമ്പോൾ അരുവിപ്പുറത്ത് ശിവലിംഗമല്ലാത്ത ആദ്യത്തെ പ്രതിഷ്ഠ ഉണ്ടാകുന്നത് 1888. ഏത് നൂറ്റാണ്ടത്? അദ്ദേഹത്തിൻ്റെ പേരാണ് നാരായണ ഗുരു എന്ന് പറയുന്ന ആൾ. ആ നാരായണ ഗുരുവിനോട് അന്ന് RSS ഒന്നും രൂപീകരിച്ചിട്ടില്ല. ആ കാലത്ത് RSS രൂപീകരിക്കാത്ത കാലത്തും RSS ഉണ്ട്. അതുകൊണ്ട് അവര് വന്നു, ആരാടാ നീ ചോദിച്ചു, നീ ഏത് ജാതിയാ? ഇപ്പൊ നാരായണ ഗുരു പറഞ്ഞു, കണ്ടിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ കണ്ടിട്ട്? ഞാൻ മനുഷ്യനാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ, പിന്നെ തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? തൻ്റെ ശിവനാണ് പ്രതിഷ്ഠ. ഏത് ശിവൻ? നാരായണ ഗുരു പറഞ്ഞു, നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ശിവനല്ല, ഇതൊരു ചെറിയ ശിവൻ, ഒരു ഈഴവ ശിവനാണ്. കുഴപ്പമുണ്ടാക്കരുത്. ഞാനിവിടെ പക്ഷേ ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാടുന്ന മാതൃക സ്ഥാനമാണ്. അവനവൻ ആത്മസുഖത്തിനായി ജനിപ്പുനായി വരൻ സുഖത്തിനായി. നീ നിന്റെ സുഖത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് മറ്റുള്ളവന്റെ സുഖം വന്നോ എന്ന് ഉറപ്പാക്കണം. അതാണ് മാർക്സിസം. മാർക്സിസം എന്ന് പറയുന്നത് അതാണ്. ആളുകൾ കാലത്തിനനുസരിച്ച് മുണ്ടെടുക്കണ്ടാന്നോ, മുണ്ട് തേച്ചെടുക്കണ്ടാന്നോ, അതേമാതിരി തന്നെ ഷർട്ട് തേക്കണ്ടാന്നോ, നീ കാറിൽ സഞ്ചരിക്കണ്ടാന്നോ അല്ല. പക്ഷെയോ നീ സഞ്ചരിക്കുമ്പോൾ നീ ആലോചിക്കേണ്ടത് അവനവൻ ആത്മസുഖം. അവനവൻ്റെ ആത്മസുഖത്തിന് നീ ആഗ്രഹിക്കുമ്പോൾ മറ്റേ അയവരൻ എന്ന് പറഞ്ഞ മറ്റുള്ളവൻ അത് ഉണ്ടോ എന്ന് നോക്കണം. 1888 തുടങ്ങി 21ാമത്തെ വയസ്സിലാണ് ഗുരുദേവന്റെ 21ാമത്തെ വയസ്സ്. ഇപ്പൊ 21 വയസ്സായി പിള്ളേർ എവിടെയാ പോണേ? ഈ ലോകത്തെക്കുറിച്ച് എന്ത് ചർച്ചയാണ് ചെയ്യുന്നത്? മുസൽമാനെ കെട്ടിയിട്ട് കൊല്ലുന്ന ഈ നെത്യാനാഹുവിന്റെ ഭീകരത എന്താ ഉണ്ടാത്തത്? സലാം ഹേ മസ്തി, സലാം ഹേ മസ്തി എന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരെന്താ കാണാത്തത്? ചത്തു കിടക്കുന്ന മൃഗങ്ങളുടെ ശരീരം പൊച്ചപ്പി തിന്നുന്ന പാവപ്പെട്ട പാലസ്തീനിലെ കഥ എന്താ കേൾക്കാത്തത്? നഗ്നമായി നടക്കുന്ന പെൺകുട്ടികൾ, ബറബി പെൺകുട്ടികൾ നടക്കുന്ന എന്താ കാണാത്തത്? മകൾക്കൊരു വസ്ത്രം എടുത്ത് തരട്ടെ എന്ന് ഉറുദുവിൻ്റെ മറ്റേ ഇവിടുത്തെ ഒരു 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 പത്രക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, വിശക്കുന്നു, ഭക്ഷണം വേണം, വസ്ത്രമൊന്നും വേണ്ട, ഞങ്ങൾ നഗ്നമായി നടന്നോളാം, വസ്ത്രം വേണ്ട, വിശക്കും. എവിടെയാണ് ചെറുപ്പക്കാർ അതിൻ്റെ ദൃഷ്ടി പതിയുന്നത്? നിനക്ക് രാഷ്ട്രീയം വേണ്ടെന്നാണ്? ഒരു രാഷ്ട്രീയം വേണ്ടേ നിനക്ക്? ലോകത്ത് എവിടെ വിശപ്പുണ്ടായാലും നമുക്ക് വിശക്കണമോ? ലോകത്ത് നെറികേട് എവിടെ നടന്നാലും നെറികേടെന്ന് പറയണ്ടേ? അങ്ങനെ നെറികേടെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം പക്ഷപാതിത്വമാണോ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോൾ ആ ഹിന്ദുക്കൾക്ക് വീട് ഇടമൊരുക്കിയത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ നേർ മുസ്ലിം തീവ്രവാദത്തിന്റെ ആക്രമണം വന്നപ്പോൾ പ്രസിഡന്റ് വിളിച്ചോടിയപ്പോൾ തെരുവുകളിൽ പാവപ്പെട്ട ഹിന്ദു വേട്ടയാടപ്പെട്ടപ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ ഹിന്ദു എന്ന് പറഞ്ഞെല്ലാം നിന്നത് പകരമോ അവരെ രക്ഷിച്ചതാണ്. കെ സുരേന്ദ്രൻ പോയിട്ടാണോ രക്ഷിച്ചത്? ആണോ? അല്ലയോ മോഹൻ ഭഗവതോ? അല്ലയോ നിങ്ങളുടെ നേതാവായ ചിരിച്ച് കളിച്ച് നടക്കുന്ന നമ്മുടെ മുരളീധരനോ?
അതെയോ? ഞാൻ ചോദിക്കട്ടെ, ഈ അത്യുംഗ ശൃംഗ പദവിയിൽ ഇരിക്കുന്ന സുരേഷ് ഗോപി അല്ല, അവിടുത്തെ കമ്മ്യൂണിസ്റ്റാണ്. അതാ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അളക്കാനുള്ള നാഴിയും ഇടങ്ങഴിയൊന്നും നിങ്ങളുടെ കയ്യിലില്ല. അത് കുറച്ച് പ്രയാസമാണ് അത് അളക്കാൻ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരന് പോലും അറിയില്ല ഈ അളവ് എങ്ങനെയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുണ്ട്. 5,65,000. പലവരും ഇതിനെ ധരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു മെക്കാനിസം എന്നാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഒരു മെക്കാനിസം വേണമെങ്കിൽ കൂടുതൽ ആളുള്ള പാർട്ടി, അല്ലെങ്കിൽ വേഗം നമുക്ക് എന്തെങ്കിലും സൗകര്യം കിട്ടാവുന്ന സ്ഥലം. അതാണല്ലോ ഒരു ഏരിയ സെക്രട്ടറി അങ്ങോട്ട് പോയത് BJP. മധു, നല്ല പേരൊക്കെ നല്ലതാണ്. സിനിമാ നടൻ മധുവല്ല, മറ്റു. അയാൾ എങ്ങനെയാ പോയത്? അയാൾ പറഞ്ഞു ഞാൻ നായരാണ്. അപ്പൊ തറവാട്ട് മഹിമയുണ്ടല്ലേ. ഞാൻ നായരാണ്, എൻ്റെ വീട്ടുകാരും എല്ലാവരും. ഒരാള് എടോ 753 വോട്ടിനാണ് BJP മറ്റേ ഇയാൾ തോൽക്കുന്നത്. ആര്? ജോയ് തോൽക്കുന്നത് തിരുവനന്തപുരത്ത് 753 വോട്ട്. പൊന്നും മുത്തും മോനെ, അപ്പൊ നീ തോപ്പിച്ചുവല്ലേ എന്ന്. 753 വോട്ട് ഒരു ഏരിയ സെക്രട്ടറി വിചാരിച്ചാൽ തോപ്പിക്കാലോ. ഇതാ ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചിലവർക്ക് പോലും ഇതിനെ അളക്കാൻ അറിയില്ല. പറയുണ്ടാക്കാൻ കൊടുത്ത്, പറയ്ക്ക് പറ്റാതെ വന്നപ്പോൾ ഇടങ്ങഴി ഉണ്ടാക്കാൻ കൊടുത്ത്, ഇടങ്ങഴിക്ക് പറ്റാതെ വന്നപ്പോൾ നാഴി ഉണ്ടാക്കാൻ കൊടുത്ത്, നാഴി പറ്റാതെ വന്നപ്പോൾ മിടുക്കന്മാരുണ്ടെങ്കിൽ പമ്പരം വെട്ടി കളിച്ചോടാ എന്ന് പറയുന്ന പോലെ ദാർശനിക വീക്ഷണം കാണുന്ന പലരും. ഇതല്ല. ഇത് പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് ഇങ്ങനെ വരികയാണ്. എത്ര ആളുകളുടെ കഥയൊന്നും ഞാൻ പറയണം. പുനപ്രയുടെയും വയലാറിൻ്റെയും കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും കാവുമ്പായുടെയും മുനയംകുന്നിൻ്റെയും പാടിക്കുന്നിൻ്റെയും ശൂരനാടിൻ്റെയും വടക്കൻ പറമ്പൂരിൻ്റെയും കരമനയുടെയും വഞ്ചിയൂരിൻ്റെയും മാത്രം കഥയാണത്. ഇതെല്ലാം ഇന്നലെ ഉണ്ടായതല്ലേ. അതിനു മുമ്പ് എത്ര ആളുകൾ നടന്നുപോയി നോക്കൂ. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നൊരു വലിയ മനുഷ്യനുണ്ടായി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു പത്രം ഇറക്കി 1904. ആ പത്രത്തിന്റെ പേരെന്താണെന്നറിയോ? ഇസ്ലാം എന്നാണ്. 905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ പത്രം പൂട്ടി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ അങ്ങനെ ഒരു പത്രത്തിന്റെ പേരിടാൻ പാടില്ല. ആ പത്രത്തിന്റെ പേര് ഞാൻ എന്താ മാറ്റും. ഞാൻ ആ പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി എന്നാക്കും. ഞാൻ കടം കൊടുത്തുണ്ടാക്കിയ പത്രം ഇനി ഞാൻ കൈകൊണ്ട് തൊടില്ല. ഞാൻ രാമകൃഷ്ണനെ ഏൽപ്പിക്കുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മറ്റേ വർഷാപ്പിൽ ജനിക്കുന്ന ആളാണ്. വക്കം ഖാദർ സുഭാഷ് ചന്ദ്രബോസിന്റെ കയ്യിൽ പോയി വെടിയേറ്റ് മരിച്ച രക്തസാക്ഷിയായ ആള്. മന്നത്ത് പത്മനാഭൻ. നിങ്ങൾ നായരായിട്ട് മാത്രമേ മന്നത്ത് പത്മനാഭനെ കണ്ടുള്ളൂ. ആ നായർ വക്കം ശിവക്ഷേത്രത്തിൽ ഈഴവനും പുലയനും വഴി നടക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോയയാളുടെ പേരാണ് ഈ മന്നത്ത് പത്മനാഭൻ. തൻ്റെ വീട്ടിലേക്ക് സംബന്ധത്തിന് വന്ന തിരുമേനിയെ അടിച്ചോടിച്ചാളുടെ പേരാണ് ഈ മന്നത്ത് പത്മനാഭൻ. കാരണം മന്നത്ത് പത്മനാഭൻ പോലും ജനിച്ചത് ഒരു സംബന്ധത്തിൽ നിന്നാണ്. സംബന്ധം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വേളി മൂത്ത നമ്പൂരിക്ക്, ബാക്കിയുള്ള അനിയന്മാർക്ക് സംബന്ധം. സംബന്ധത്തിൽ പ്രസവിക്കുന്ന ഉണ്ടാവുന്ന കുഞ്ഞിന് മനക്കിൽ വരാൻ അവകാശമില്ല. അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ അവകാശമില്ല. സംബന്ധത്തിന് വിധേയമാകുന്ന സ്ത്രീക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ വരാൻ അവകാശമില്ല. അതാണ് പ്രിയപ്പെട്ടവരെ സംബന്ധവും വേളിയും തമ്മിലുള്ള വ്യത്യാസം. ആ മന്നത്ത് പത്മനാഭന പറഞ്ഞത് മാറത്ത് വസ്ത്രം ധരിക്കൂ നായർ പെണ്ണുങ്ങളെ. മന്നത്ത് പത്മനാഭനല്ലേ 957 EMSന്റെ ഗവൺമെന്റ് വരുമ്പോൾ ആലപ്പുഴയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾക്കും പിന്തുണ കൊടുത്തത് NSS ആണ്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരായ 5 നായന്മാർ ജയിച്ചുകൂടെ. നായന്മാരുടെ പേരൊന്നും ഞാൻ ജനിച്ചത് മാത്രമേ ഉള്ളൂ. അവർ കമ്മ്യൂണിസ്റ്റാണ്, അവരുടെ സമുദായം അതാണ്, വലിയ ആളാണ്. അതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയാത്തത്. 5 പേരും കൂടി ചേർന്ന് മന്നത്തിനെ കണ്ട് നന്ദി പറയാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു നായർ പറഞ്ഞു, ആ നായരൊക്കെ നിങ്ങൾക്കറിയാം, തോപ്പിൽ ബാസി. തോപ്പിൽ ബാസി പറഞ്ഞു, എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയ നീ പോയി പറഞ്ഞു.
4 നായന്മാരും കൂടി ചെന്ന് തൊപ്പിൽ ബാസി ഒഴികെയുള്ള 4 പേരും ചെന്ന് മന്നത്തിനെ കണ്ടു പറഞ്ഞു നന്ദിയുണ്ട്. മന്ന ചോദിച്ചു എന്തിനു നന്ദി, എവിടെ ബാസി എവിടെ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു അല്ല ബാസിക്ക് ചെറിയ നീരസം. അപ്പോൾ മന്നൻ പറഞ്ഞ എന്താ അറിയോ, അവനാണ് നായർ, അവനാണടാ ഉശിരുള്ള നായർ എന്ന് പറഞ്ഞില്ല. അതാണ് മന്നം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി എത്രയുണ്ട്, എത്ര കഥകളുണ്ട്. മന്നത്തിൽ മാത്രം നിൽക്കുന്നതാണോ അത്? അയ്യങ്കാളി പഞ്ചമി എന്നൊരു പെൺകുട്ടിയെ ആ സ്കൂളിൽ പഠിപ്പിക്കാതെ താഴെ ഇരുത്തി. ഈ പഞ്ചമിക്ക് മാത്രമല്ല, അംബേദ്കർ ദിവസമല്ലേ, അംബേദ്കറുടെ അച്ഛനും അമ്മയ്ക്കും 21 മക്കളാ, പട്ടാളക്കാരനാണ് അച്ഛൻ. അംബേദ്കർ ഇങ്ങനെ ക്ലാസ്സിൽ പഠിച്ചെന്നറിയോ, ചാക്കിലിരുന്ന. ഈ പ്രമാണികൾ പറയുന്നല്ലോ, മുസ്ലിം ഒന്നും ഇരുത്തിയതല്ല, ക്രിസ്ത്യാനി ഇരുത്തിയതുമല്ല. എല്ലാ പിള്ളേരും വെജിമരിക്കുമ്പോൾ അംബേദ്കർ ചാക്കിലിരിക്കും. ഓരോ പീരീഡ് കഴിയുമ്പോഴും അംബേദ്കർ ചാക്ക് തെറുത്ത് വെച്ച് പുറത്ത് പോയി ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് താൻ ഇരുന്നോടത്ത് തളിക്കണം. 8-7 പീരീഡ് കഴിയുമ്പോഴേക്കും അംബേദ്കറുടെ ചന്തി മുഴുവൻ ചാണകം നിറയും. വീട്ടിൽ ചെല്ലുമ്പോൾ ചാണകത്തിൻ്റെ മണം നോക്കുമ്പോൾ അച്ഛൻ ചോദിക്കുക ഇതെന്താണ് നീ കാണിച്ചിരുന്നത്. അപ്പോൾ അംബേദ്കർ കരയും. അംബേദ്കറോട് പറയും ഇനി നീ അവിടെ പഠിക്കണ്ട. അങ്ങനെയാണ് അംബേദ്കർ ഇംഗ്ലണ്ടിൽ പോകുന്നത്. അവിടെ നിന്നാണ് ചെറിയ പഠനം, പ്രാഥമിക പഠനം, പിന്നീട് പ്രീ ഡിഗ്രി, പിന്നെ ഡിഗ്രി, പിന്നെ PG, പിന്നെ എക്കണോമിക്സിൽ ഡോക്ടറേറ്റ്. അതാണ് പഞ്ചമിക്കുണ്ടായത് തിരുവനന്തപുരത്ത്. ആ പഞ്ചമിയെ പഠിപ്പിക്കാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് തലപ്പാവുമായി നെയ്യാറ്റിൻകരയിൽ നിന്നൊരു വില്ലുവണ്ടിയിൽ ഒരാൾ വരുന്നത്. ആ ആളുടെ പേരാണ് പ്രിയപ്പെട്ടവരെ അയ്യങ്കാളി. അയ്യങ്കാളി ഒരു സമുദായ സംഘടനയും രൂപീകരിച്ചില്ല, നാരായണ ഗുരുവും ഒരു സമുദായ സംഘടനയും രൂപീകരിച്ചു. അയ്യങ്കാളിയുടെ സംഘടന പേരെന്താ, സാധുജന പരിപാലന സഭ. അയ്യങ്കാളി എന്നിട്ട് അയ്യങ്കാളിയുടെ ഫസ്റ്റ് പ്രസംഗം ഉണ്ടെന്താ, ഞാൻ എൻ്റെ സഭയെ സാധുജനസഭ എന്ന് വിളിക്കുന്നു. ഈ സഭയിൽ നായർ, നമ്പൂരി തുടങ്ങിയവർ ഇന്നത്തെ അവരുടെ ഭാഗ്യം കൊണ്ട് വരാനിടയില്ല. എന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്ന പുലയനും പറയനും അടങ്ങുന്ന ഇന്നത്തെ സഭയിൽ ഇരിക്കുന്നവർ നാളെ ഇവിടെ ഉണ്ടാവുമെന്നും ഉറപ്പില്ല. എന്തൊരു അത്ഭുതമാണ്, എന്ത് വർഗസമര കാഴ്ചപ്പാട്. പട്ടിണി കിടക്കുന്ന നായർക്കും നമ്പൂരിക്കും വരാൻ കഴിയുന്ന സഭ ഇത് തന്നെയാണ്. പട്ടികജാതിക്കാരൻ വലിയ പ്രമാണിയായി IAS ആയി കലക്ടറായി അവന് പട്ടികജാതി എന്ന് പറയാൻ മടിയാകുമ്പോൾ അവൻ ഇതിൽ നിന്ന് പോകും. സാധുജന പരിപാലന സഭയുണ്ടാക്കിയ അയ്യങ്കാളിയെ പോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ നിന്ന് 916 ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് വാഗ്ബടാനന്ദ സ്വാമിയുടെ കൈ തട്ടിക്കളഞ്ഞ് ഇറങ്ങി ഓടുന്നുണ്ട് ഗുരുദേവൻ. അപ്പോൾ പൽപ്പുവിൻ്റെ മകനാണ് ഗുരുദേവനെ കൂട്ടിക്കൊണ്ടാവാൻ പോകുന്നത്. ആലുവ, ഇന്നത്തെ ആലുവ KSRT സ്റ്റാൻഡിൻ്റെ അവിടെ വരെ നടക്കണം. ഓടിച്ചെല്ലും പൽപ്പുവിൻ്റെ മകൻ, ഗുരുദേവ പോവല്ലേ ഗുരുദേവ, പോവല്ലേ ഗുരുദേവ. കുരക്കിലേക്ക് പിടിക്കുകയാണ് ഗുരുദേവൻ. കൊന്നുകളഞ്ഞേനെ നീ പൽപ്പുവിൻ്റെ മകനല്ലെങ്കിൽ. എടാ, അവിടെ നടക്കുന്നത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മപരിപാലനമല്ല, അത് സമുദായ സംഘടനയാണ്. പ്രിയപ്പെട്ടവരെ, കേരളം വളരുന്ന ഞാൻ വേണമെങ്കിൽ അലോഷിയുടെ പാട്ട് കേൾക്കണമെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നതുകൊണ്ട് ഞാൻ ചെന്നിട്ടില്ല. എനിക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നതൊന്നും വലിയ പ്രയാസമുള്ളതിൽ എത്ര നേരം നിന്ന് വേണമെങ്കിൽ ഞാൻ പ്രസംഗിക്കും. എനിക്ക് വേണമെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട കാര്യം, എൻ്റെ വിശ്രമവേളയിലെ വിനോദ പ്രവർത്തനം പോലെയാണ് ഞാനിത് കാണുന്നത്. പക്ഷെ എൻ്റെ വിജ്ഞാനവും ഞാൻ വായിച്ചറിവുമെല്ലാം ഒരിടത്ത് ചെലുത്താനല്ലല്ലോ ഞാൻ നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം എന്താണ്? മഹത്തായ കേരളത്തിൻ്റെ പൈതൃകം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ചാവറ കുര്യാക്കോസ് പട്ടികജാതിക്കാരനും ഈഴവനും വേണ്ടി സ്വയം സ്കൂൾ പണിതപ്പോൾ അന്ന് ചാവറ കുര്യാക്കോസിനെ ക്രിസ്ത്യാനി വിളിച്ചത് പുലയനച്ഛൻ എന്നാണ്. പട്ടികജാതിക്കാരന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പനെ വിളിച്ചതും പുലയൻ അയ്യപ്പൻ എന്നാണ്. ഈ പുലയൻ എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം വരുമ്പോൾ തെറി പറയുന്നതും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ പത്രസമ്മേളനം നടന്നില്ലേ, നമ്മുടെ മറ്റേ KPC പ്രസിഡന്റും അതേമാതിരി നമ്മുടെ സുധാകരനും കൂടി പത്രസമ്മേളനം, 2 ക്യാപ്റ്റന്മാർ, ഒരു പാർട്ടിക്ക് 2 ക്യാപ്റ്റൻ, ഒരു ജാഥയ്ക്ക് 2 ക്യാപ്റ്റൻ. പത്രസമ്മേളനം നടത്തുമ്പോൾ സുധാകരൻ്റെ പത്രസമ്മേളനത്തിൽ ഇത്തിരി വൈകി വന്നു പ്രതിപക്ഷ നേതാവ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു എവിടെ പോയി പ്രതിപക്ഷം നേതാവ്? ഡാഷ് മോനെ, മൈലാഞ്ചി മോറിനെ എനിക്കറിയില്ല. അപ്പോൾ
അപ്പൊ തുടക്കം ഇതാണ്. ഇത് പുലയ കൂട്ടിയിട്ടാ പറഞ്ഞത്. ദേഷ്യം വന്നാൽ നമുക്ക് തെറി പറയണം. പാട്ടുകളിൽ പോലും അങ്ങനെയാണിത്. വെളുത്ത പെണ്ണെ നീ എവിടെയെന്നാ പഴയ കാലത്ത് മറ്റേ ചോദിക്കുന്ന കാട്ടു ചെമ്പകം പൂത്തും നിൽക്കുമ്പോഴത്തെ പാട്ടില്. അവിടെയും കറുത്ത പെണ്ണില്ല. പട്ടികജാതിക്കാരും അതേമാതിരി കറുത്തവരോടുള്ള നീരസം. കുട്ടി ജനിച്ച ആദ്യം ചോദിക്കുന്നുണ്ടാ പണ്ട്, കുട്ടി കറുത്തത് പിള്ളേണോ? അപകടം പറ്റില്ല. ഓ വെളുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെളുത്തു എന്ന് പറഞ്ഞാൽ അപകടമാണ്, അമ്മ പോകുന്നതാണ്. അതല്ലേ ആ വെളുപ്പ് എന്ന് പറയുന്നതിന്റെ വലുപ്പമല്ലേ ഈ അമേരിക്കയിൽ ട്രംപ് ജയിച്ചത്? ട്രംപ് എന്താ പറഞ്ഞത്? ഈ തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ പറഞ്ഞ വൈറ്റ് മാൻഷൻ, വെള്ളക്കാരന് വേണ്ടി ഭരിക്കുള്ളൂ, ഒരു നീഗ്രോന്റെ വേണ്ടിയും പോയില്ല, കറുത്തവനില്ല, മുസ്ലിമില്ല, ഒരു എംബോക്കിക്കും പട്ടിണിക്കാരൻ്റെ കൂടെ ഞാൻ നിൽക്കില്ല, എല്ലാം പണക്കാരൻ്റെ കൂടെ. അപ്പോൾ വോട്ട് കഴിഞ്ഞ അവിടെ തോറ്റപ്പോൾ ഞാൻ തോറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കസേരം ഇരുന്നിട്ട് പട്ടാളക്കാർ എടുത്തുകൊണ്ട് പോയത്. അപ്പോഴും പോണ വഴിക്കും പറഞ്ഞു തോറ്റില്ല, നിങ്ങൾ എന്തിനാ എന്നെ എടുക്കണമെന്നൊക്കെ ചോദിച്ചു. ട്രംപ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ പരമമണ്ട്. കോവിഡിനെ സിഗരറ്റ് വലിച്ച് മാറ്റാമെന്ന് പറഞ്ഞ പരമദ്രോഹി. അപ്പോൾ ആള്